വർത്തമാനത്തിലേക്ക് സ്വാഗതം. മലങ്കര സഭയിൽ തന്നെ ഉള്ള ചില ആളുകൾ, അത് ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളുകളാണ്. അത് സഭയുടെ മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ സിവിൽ സർവീസിലൊക്കെ ഇരുന്ന് റിട്ടയർ ചെയ്ത ആളുകളുണ്ട് നമ്മുടെ സഭയിൽ. പിന്നെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയവരോട് വരണ്ട്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ചില ആളുകളിൽ ചിലരൊക്കെ ഇപ്പം അന്നൊക്കെ അവർക്ക് സഭ വേണമായിരുന്നു. ഇന്നും അവര് എൻ്റെ സഭ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ സഭയെ തിരുത്താൻ, സഭയെ പലപ്പോഴും പരിഹസിക്കാൻ, സഭയെ പലപ്പോഴും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുലംകുത്തികൾ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് തന്നെ വേണേ നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണ് ഇവരൊക്കെ. പരനാറിയെന്നൊന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ പറയുന്നില്ല. അത് പറയാൻ നമ്മളെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുലംകുത്തികൾ എന്ന് പറയാം. ആ ഒരു വാക്കിന് അർഹരവരൊക്കെ. ജിജി തോംസന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കാണാനിടയായി. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമല്ലേ? ഈ കുലംകുത്തി എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് ചേരുന്നതാണെന്ന് ആ കുറിപ്പ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. അദ്ദേഹത്തിനെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താ? അദ്ദേഹം നിങ്ങളുടെ പള്ളിയിലല്ലേ? ഞങ്ങളുടെ പള്ളിക്കാരനല്ല, പള്ളിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേരുടെ കൂടെ പള്ളിയിലാണ്. ഓ, പാളയം പള്ളിയിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ ചേട്ടനും അനിയന്മാരും ഒക്കെ അവിടെ തന്നെയാണ്. അദ്ദേഹത്തിന് ശരി, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരൊക്കെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരും ഇങ്ങനെയൊക്കെ തന്നെ ആണോ? ഏകദേശം അങ്ങനെ വേണം കണക്കാക്കാൻ. കാരണം നമ്മളുടെ സഭയുടെ ഭരണഘടനയോ ചട്ടക്കൂടോ ഒന്നും ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും പ്രവൃത്തി കാണുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഞങ്ങളുടെ അവിടുത്തെ ട്രസ്റ്റി. അദ്ദേഹം കാണിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലുള്ള തന്നെയാണ്. അപ്പം അങ്ങനെ ഇത് അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം സഭ എന്ത് ചെയ്താലും അതിനകത്തുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള ഒറ്റ ജോലി മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളത് സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം സഭയുടെ ഒരു സ്ഥാനത്ത് വരാനായിട്ട് പൗലോസ് ദിദിയംബാവയുടെ കാലത്ത് ശ്രമിച്ചിരുന്നു. കാരണം ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ശ്രമം നടത്തി എന്നുള്ള ഒരു കേട്ടുകേൾവി കേട്ടിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ലേ? അറിയാത്തൊരു കാര്യം നമുക്ക് പറയാൻ പാടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഒരു സഭയുടെ ഉന്നത സ്ഥാനത്ത് വരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി. അതിനുവേണ്ടിയാണ് ശുഭക്കോനയും കൊണ്ട് ഒരു 100 പേരെ കൊണ്ട് ഒപ്പിടിച്ച് അതൊരു ശുഭക്കോനോ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. PS കുര്യനും ഇദ്ദേഹവും പിന്നെ നമ്മുടെ സീനിയർ കുറേ അച്ഛന്മാരെയും ഉൾപ്പെടുത്തി ഒരു മെമ്മോറണ്ടം കൊണ്ട് ബാവയെ കാണാൻ ചെന്നു. പക്ഷെ ബാവ കാണാൻ കൂട്ടാക്കിയില്ല, പൗലോസ് തീരുമാനം. അപ്പം അന്ന് ബാവയ്ക്കെതിരായിട്ട് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സഭയെ താങ്ങി നിർത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ സർവീസിൽ ഇരുന്ന സമയത്ത് സഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇറങ്ങിയതിന് ശേഷം സഭയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞതുവരെ കേട്ടിട്ടുമില്ല. അപ്പം അത് ഏതാണ്ട് 100 വർഷം കേസ് പറഞ്ഞ് നമ്മൾ നേടിയെടുത്തൊരു വിധി കയ്യിൽ വെച്ചിട്ട് ഇപ്പം സമാധാനം എന്നും പറഞ്ഞിറങ്ങിയിരിക്കുക. അവരുമായിട്ട് സമാധാനത്തിൽ പോകണം. സമാധാനത്തിൽ പോകുന്നതിന് ആരും എതിരല്ല. ഇന്നലെയും ബാബ അത് പറഞ്ഞു. എൻ്റെ പൂർവികരും എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്. നമ്മൾ സമ്പാദിച്ച കോടതി വിധി അംഗീകരിച്ചവർ വരട്ടെ, സ്വാഗതം. അല്ലാതെ ആ വിധി നിലനിൽക്കെ അവർക്കെല്ലാം വിട്ടുകൊടുത്തവരെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാകും, പല ആളുകളും അവരൊക്കെ സർവീസിലിരിക്കുമ്പോൾ അവര് കണ്ടില്ല കേട്ടില്ല, അവർ വലിയ ഏതോ മഹാന്മാരാണ് എന്നുള്ള ഒരു രീതിയിലാണ് അവര്
ഞാൻ മറ്റാരെയും കാണത്തില്ല, ഞാൻ മറ്റാരെയും സഹായിക്കത്തില്ല, ഞാൻ ആരെയും സഹായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ പോക്കും വരവുമല്ല. പക്ഷെ അവർ സർവീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്തോ ഒരു സഭാസ്നേഹമാണ്, ഭയങ്കര സഭാസ്നേഹമാണ്. സ്നേഹിച്ച് സഭയെ അങ്ങ് ഞെക്കി കൊല്ലും ചില നേരത്തെ അവരുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ. പക്ഷേ ആ കാര്യം നടന്നില്ലെങ്കിൽ അതുപോലെ സഭയെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. വിമർശനത്തിന് ഉപരി പരിഹാസമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഒരൊറ്റ സ്ഥാനീയരോ അല്ലെങ്കിൽ സഭയിലെ ഒരു മെത്രാപ്പൊലിത്തോ അല്ലെങ്കിൽ കാതോലിക്ക ബാബ പോട്ടെ മാറ്റി നിർത്തിയ ബാക്കി ആരും പാത്രിക്കീസ് ബാബയോട് വന്നപ്പോൾ ആരും അദ്ദേഹം ഇങ്ങോട്ടും സന്ദർശിച്ചില്ല, നമ്മൾ അങ്ങോട്ടും സന്ദർശിച്ചില്ല, ആരും കണ്ടില്ല. പക്ഷെ ഇവരെ പോലുള്ള ചില ആളുകൾ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹമായിട്ട് എന്തോ സംസാരിച്ച് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അതായത് ജിജി തോമസൺ പറഞ്ഞു, അതായത് 11-ാം തീയതി ശുഭക്കോനോ ഗ്രൂപ്പുമായിട്ട് ഇവിടെ, അതായത് ജനുവരി മാസം 11-ാം തീയതി സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ വരുമ്പോൾ അവിടെ ചർച്ച നടത്തുന്ന പാത്രിക്കീസ് ബാബ സമ്മതിച്ചിട്ടുണ്ടെന്നൊരു പ്രഖ്യാപനം കേട്ടു. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി ഒന്നും കേട്ടില്ല. അങ്ങനെ ചർച്ച നടത്തുന്നതായിട്ട് നമുക്കറിയത്തില്ല. അങ്ങനെ അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സംസാരിച്ച് കാണാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹമൊക്കെ അങ്ങനെ പാത്രിക്കീസ് ബാബയൊക്കെ പോയി കാണുകയും അങ്ങനെ ഒരു ആ രീതിയിലൊക്കെ കണ്ടപ്പോൾ, ഒറ്റയ്ക്കല്ല കുടുംബമായിട്ടാ പോയത്. അതെ, അതൊക്കെ കണ്ടപ്പോൾ സാധാരണ ഉള്ള മലങ്കര നസ്രാണികൾക്ക്, ഒരു മലങ്കര വിശ്വാസിക്ക് എന്തുമാത്രം പ്രതിഷേധം തോന്നിയിട്ടുണ്ടെന്നറിയാം, എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ പലർക്കും. നമ്മുടെ ഒരു വിശ്വാസി പോലും കാണാൻ പോകരുത്, അല്ലെങ്കിൽ അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികൾ, മലങ്കര നസ്രാണികൾ. അപ്പൊ ആ സ്ഥാനത്താണ് ഇദ്ദേഹത്തെയൊക്കെ നമ്മൾ കാണുന്നത്. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ആ രീതിയിൽ തന്നെ ബഹുമാനം കൊടുത്താണ്. അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ നമ്മൾ ബഹുമാനിച്ചാണ് നമ്മൾ ഓരോ മലങ്കര വിശ്വാസികളുടെ മനസ്സിലുള്ളത്, അവർ നെഞ്ചിലേറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹമൊക്കെ പോയി എന്നും നമുക്കെതിരെ പടവാളമായിട്ട് നിൽക്കുന്ന, വാളോങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ പോയി കണ്ട് അവരുമായിട്ടൊക്കെ പോയി സന്ദർശിച്ച് ഒന്നിച്ചിരുന്ന് പടമെടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നു. അദ്ദേഹം മാത്രം അദ്ദേഹത്തിന്റെ അനിയനും പോയി. ഇപ്പോഴത്തെ YMCA പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ബ്രദർ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവരൊക്കെയാണ് ഈ സത്യം പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ പലരും പറയുന്ന പോലെ കുലംകുത്തികൾ. അതിന് ആ വാക്കുകൾക്ക് ഏറ്റവും അനുയോജ്യര് ഇവരൊക്കെയാണ്, ഇവരെ പോലുള്ളവരാണ്. ഇവരാണോ? ഇവരോട് ഉൾപ്പെടുന്നതാണ് സഭ. എൻ്റെ സഭ ശരിയാണ്, പുള്ളി പറയുന്നത് എൻ്റെ സഭ തന്നെയാണ്, അദ്ദേഹത്തിന്റെ സഭയാണ്, എൻ്റെ സഭയാണ്, സാറിന്റെ സഭയാണ്, ഓരോ മലങ്കര നസ്രാണിയുടെയും സഭയാണ്. എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് സഭയാവുന്നത്. പക്ഷെ ആ സഭയുടെ നിലനിൽപ്പിന് പകരം അതിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിനെ തകർക്കാനും നശിപ്പിക്കാനും ഒക്കെ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് സഭയെ വിമർശിക്കുകയും സഭയെ താറടിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ